നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യമാരിൽ ഒരാളായ ആയിഷ ബീവിയുടെ കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ തൻ്റെ മറ്റു ഭാര്യമാരെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഹബ്സ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ആയിഷ ബീവി ചില കാര്യങ്ങൾ തൻ്റെ ആംഗ്യത്തിലൂടെ ഒക്കെ ഹബ്സ ബീവിയെക്കുറിച്ച് സംസാരിച്ചു. അതായത് ഹബ്സ ഒരു കുള്ളത്തി പെണ്ണല്ലേ, ആ നീളം കുറഞ്ഞ പെണ്ണല്ലേ എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിൽ അവരുടെ ശാരീരികമായ പോരായ്മയെ എടുത്തു കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു സംസാരം നടത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, നീ ഇപ്പോൾ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, എന്താ പറഞ്ഞത്, എന്താ ഉദ്ദേശിച്ചത്? കുള്ളത്തിയല്ലേ എന്നാ, നീളം കുറഞ്ഞവരല്ലേ. ഈ വാക്കെങ്ങാനും ഒരു കടലിൽ കലക്കിയാൽ ആ കടലിൻ്റെ നിറം മാറും ആയിഷ. അതിനേക്കാൾ ഭയാനകമാണ് നീ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു. എന്താണ് നമുക്കിതിൽ നിന്നും കിട്ടുന്ന പാഠം? എന്താണ്? നമ്മൾ ഒരാളുടെ പരദൂഷണം പറയാൻ പാടില്ല. ഉള്ളതായിരിക്കാം, ഉള്ളതിനാണല്ലോ പരദൂഷണം എന്ന് പറയാ. അപ്പോൾ പരദൂഷണം നാം ആരെക്കുറിച്ചും പറയാൻ പാടില്ല. മറ്റൊന്ന്, ശാരീരികമായ പോരായ്മകൾ പലർക്കും ഉണ്ടാവാം. നമുക്ക് പോരായ്മയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ കളിയാക്കുവാൻ മാത്രം മഹത്വമുള്ളവരല്ല നമ്മൾ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആരെയും ഇകഴ്ത്തുവാനോ അവഹേളിക്കുവാനോ അപഹസിക്കുവാനോ പരിഹസിക്കുവാനോ നമുക്ക് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ആരുടെയും മാനസികമായി വേദന അനുഭവിക്കുന്നത് നമ്മൾ കാരണമായി ആവാൻ പാടില്ല. നാം കാരണം ഒരാളുടെയും മനസ്സിനെ മുറിവേൽപ്പിക്കാൻ പാടില്ല. നമ്മൾ ഒരാളെയും മറ്റൊരാളുടെ മുന്നിൽ ഇകഴ്ത്താൻ പാടില്ല. നാം ആരെയും മോശക്കാരായി കാണാൻ പാടില്ല. എന്നിങ്ങനെ നിരവധി ഗുണപാഠങ്ങൾ നമുക്ക് ഈ ഒരു പ്രഖ്യാപനം തരുന്നു. അതുകൊണ്ട് തന്നെ ആയിഷ, നീ ഈ പറഞ്ഞ വാക്ക് കടലിൽ കലക്കിയാൽ കടലിൻ്റെ നിറം മാറുമായിരുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കോറിയിടേണ്ട വളരെ പ്രധാനപ്പെട്ട വാക്കാണ് എന്ന് ഓർമ്മിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.